എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീറ്റ്റൂട്ടും റവയും വെച്ചുകൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബീറ്റ്റൂട്ട് നമുക്ക് കാണുന്ന പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് ബീറ്റ്റൂട്ടിനകത്ത്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്തവരൊക്കെ കഴിച്ചു പോകും. അത്രയ്ക്കും രുചിയുള്ളൊരു പലഹാരമാണ്. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടാണ് ഇതുപോലെ ചിരവി എടുത്തതിന് ശേഷം ഒരു പാനിലേക്കിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ആവശ്യത്തിനുണ്ട്, എന്നാലും കുറച്ചും കൂടെ വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്നവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിന്ന് വെച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇനി അതും കൂടെ വറ്റി വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ബീറ്റ്റൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നല്ല ഊർജ്ജമൊക്കെ ഉണ്ടാകാനൊക്കെ നല്ലതാണ്. ദഹനത്തെ സഹായിക്കുകയും തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ബീറ്റ്റൂട്ടിന് കഴിയും. ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. കൂടാതെ വിറ്റമിനുകളും ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവയെല്ലാം ധാരാളമായി ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഒരു നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ബീറ്റ്റൂട്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ നമ്മൾ ബീറ്റ്റൂട്ട് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ചർമ്മകാന്തിക്കും മുഖസൗന്ദര്യത്തിനും ഒക്കെ ബീറ്റ്റൂട്ട് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത്തപ്പഴം ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തവി കൊണ്ട് വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് രണ്ടും കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഏത്തപ്പഴവും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും. അപ്പോൾ ഏത്തപ്പഴത്തിന് നല്ല ഗുണങ്ങളും പോഷകങ്ങളൊക്കെ ഉള്ളതാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ഹെൽത്തി പലഹാരമാണിത്. ഒരു മുറി തേങ്ങയാണ് ചിരണ്ടിയത് കൊടുക്കുന്നത്. ഇപ്പം മക്കളൊക്കെ ആണെങ്കിലും ബീറ്റ്റൂട്ട് കഴിക്കാത്തവർക്ക് ഇതുപോലെ പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതാണ്. കളർഫുള്ളായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് ഇതോടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബീറ്റ്റൂട്ടിൽ. രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഓക്സിജനൊക്കെ കൂട്ടാനൊക്കെ നല്ലതാണ്. ഇനി ശർക്കരയാണ്, അതായത് വെല്ലം. 1-2 ആണി ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ച് വേണം വെല്ലം ഇവിടെ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 2 ആണി വെല്ലമാണ് ഇതുപോലെ പൊടിച്ചെടുത്തത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ വെല്ലം എല്ലാം ഒന്ന് അതിനകത്തേക്കൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് വറുത്ത റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ആ റവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ റവ വറുത്തതാകുമ്പോൾ നമുക്ക് അധികം സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റുമല്ലോ റവയുടെ. അതുകൊണ്ട് നമ്മൾ വറുത്ത റവ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു 5 ഏലക്ക പൊടിച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തത് എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഇനി പ്രത്യേകിച്ച് കുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിൽ ബോളായിട്ട് വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ പാത്രത്തിൻ്റെയൊക്കെ അടപ്പിൽ വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണേലും ആക്കിയെടുക്കാം. കനം കൂട്ടിയോ കുറച്ചോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എത്ര എളുപ്പത്തിലാണല്ലേ ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. സാലഡുകളും ജ്യൂസുകളൊക്കെ ആയിട്ട് സ്മൂത്തികളൊക്കെ ആയിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് കഴിക്കാൻ ഒരുപാട് നല്ലതാണ്. ഇനി ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കുട്ടി പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുക. ഇതിലെല്ലാം ചെറുതാണ്ടേലും മതിയാവും. ഇത്
എൻ്റെ കയ്യിൽ ഇച്ചിരി അല്പം വലിപ്പം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലും ചെറുതുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രമാണെങ്കിലും ഏതെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബോളായിട്ടാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസായിട്ടും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ. ചൂടോടുകൂടി ഇതിനകത്തെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടോ 2-3 പ്രാവശ്യം ഇതുപോലെ കുടഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഇങ്ങോട്ട് വിട്ടുപോരും. അപ്പോൾ പാത്രത്തിൽ ഒരല്പം എണ്ണ നെയ്യ് എന്തെങ്കിലും തടവിയാൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരെണ്ണം മതിയാവും ഒരാൾക്ക്. അത്രയ്ക്കും ഹെൽത്തിയുമാണ്, റിച്ചുമാണ്. ഇതിനോട് നമുക്ക് വേണമെങ്കിൽ കാഷ്യൊക്കെ അല്പം ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ വേണമെങ്കിൽ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ രുചികരമായ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ ഇച്ചിരി കനം കുറച്ചെടുത്തതാണ്, റൗണ്ട് കൂടുതലുള്ളത്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പാത്രത്തിൽ അടപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഗുണമുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും കാണാം. ബൈ ബൈ.